الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സൃഷ്ടാവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചും വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉപേക്ഷിച്ചും യഥാർത്ഥ തഖ്വയുള്ള അടിമകളായി തീരണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവനാകണം, എൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഇസ്ലാമും അങ്ങനെ തന്നെയാണ് വിശ്വാസികളോട് പറയുന്നത്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതന്മാർ. അത് സമ്പത്തിലുള്ള ഔന്നിത്യമല്ല, വേറെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളിലുള്ള ഔന്നിത്യമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഈമാനിലുള്ള കരുത്താണ്. ഈമാനിൽ കരുത്തുണ്ടായാൽ അവനാണ് ഏറ്റവും ഉന്നത സ്ഥാനീയൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവർഹിക്കുന്നത്, ആദരവ് ലഭിക്കുന്നവൻ എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന, ആവശ്യപ്പെടുന്ന ഈ ഉന്നത സ്ഥാനീയനാവാൻ മതത്തിലും സ്വഭാവത്തിലും ആരാധനയിലും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ ഏറ്റവും നല്ലവനാണ് എന്നൊരവസ്ഥയിലെത്താനാണ് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔന്നിത്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉന്നത സ്ഥാനത്തിൻ്റെയും മാതൃകകളായി അമ്പിയാക്കളെ, പ്രവാചകന്മാരെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്തുതിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വളർത്തിപ്പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തകൂനു കല്ലദീന ആദൗ മൂസ, പ്രവാചകന്റെ അനുയായികളായ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഒരിക്കലും മൂസയുടെ അനുയായികളാകരുത്, മൂസന്റെ ആൾക്കാരാകരുത്. അല്ലദീന ആദൗ മൂസ, അവർ മൂസയെ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് ഉപദ്രവിച്ചു. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു,
ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു പരത്തിയ ഒരു അപരാധം അത് അദ്ദേഹത്തിൽ ഇല്ല. അവർ പറയുന്ന അപരാധത്തിൽ നിന്ന് 100% അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് അള്ളാഹു തെളിയിച്ചു. എന്നിട്ട് അള്ളാഹ് പറയാണ് വകാന ഇൻദല്ലാഹി വജീഹ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനാണ്. മഹത്വം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഏറ്റവും അത്യുന്നത നിലവാരത്തിൽ പുലർത്തുന്ന ആളുകൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് വജീഹ്. വജീഹ്. അപ്പൊ എല്ലാ ജാഹിലും ഇക്റാമിലും അന്തസ്സിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവനാണ് മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള വെറുപ്പ് കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയ അദ്ദേഹം ആദറാണ്. ആദറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രോഗമുണ്ട്, ശരീരത്തിൽ രോഗമുണ്ട്. ആ രോഗമുള്ളവനാണ്. അത് ആളെ കുറവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക, ആ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അത് ആളുകൾ സ്വയം ഉള്ളവരും അതുപോലെ തന്നെ അത് ആരോപിക്കുന്നവരും ഒക്കെ കുറച്ച് അല്പം നാണിക്കുന്ന രോഗമാണ്. അതുണ്ടെന്ന് അവർ പറഞ്ഞു പരത്തി. അവസാനം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുളിക്കാൻ പുഴയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കല്ല് കൊണ്ടുപോയി. സൗബിയ ഹജർ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിന്റെ പിന്നാലെ മൂസാ നബി അലൈഹി സ്വലാം ഓടി. അപ്പോൾ അദ്ദേഹം നഗ്നായത് അദ്ദേഹത്തിന് ആ രോഗമില്ല എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത് ഫബറഹുല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചു. പല രൂപത്തിലുള്ള ആരോപണങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച ആളുകളുടെ ദുരാരോപണങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കി. കാരണം എന്നിട്ട് അള്ളാഹ് പറയാണ് വകാന ഇൻദല്ലാഹി വജീഹ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അർത്ഥം വകാന ഇൻദല്ലാഹി വജീഹ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാന ഹളിയ്യൻ ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച ആളാണ് മൂസാ നബി. ലാ യസ്അലു ഷൈഅൻ ഇല്ലാ അഅതാഹ്. എന്താണോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോട് അള്ളാഹു കൊടുക്കും. അതന്നെയല്ലേ ഏറ്റവും വലിയ സ്ഥാനം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അത് ദുന്യവിയായ കാര്യമാവട്ടെ ഉഖ്റവിയായ കാര്യമാകട്ടെ, ഹറാമല്ലെങ്കിൽ ഹലാലാണെങ്കിൽ അനുവദനീയമായ വിഷയമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മൂസാ നബിക്ക് കൊടുത്തിരിക്കും. ഇതാണ് വകാന ഇൻദല്ലാഹി വജീഹ. സ്വീകാര്യൻ എന്നാണ് അർത്ഥം. സ്വീകാര്യൻ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനാണ്. സ്വഭാവത്തിലും ആരാധനയിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സാമീപ്യത്തിലും ഒക്കെ അദ്ദേഹം സ്വീകാര്യനാണ്. ഇതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇത് ഖാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയ വൽ ആഖിറ വമിനൽ മുഖറബീൻ. സൂറത്ത് ആൽ ഇംറാൻ 45-ാമത്തെ വചനം. മലക്കുകൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വചനം കുൻ ഫയകൂൻ എന്ന് പറയുന്ന വചനം കൊണ്ട് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകൾ വന്നുകൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. ആ കുഞ്ഞിന്റെ പേര് മസീഹ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. വജീഹൻ ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിലും മരണാനന്തര ജീവിതത്തിലും അദ്ദേഹം ഉന്നത സ്ഥാനീയനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അഥവാ പടച്ചവനോടുള്ള സാമീപ്യം, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുവാനുള്ള ആ സന്നദ്ധത, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വജീഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. വമിനൽ മുഖറബീൻ. അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ച പടച്ചവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിൽപ്പെട്ടവനാണ്. ഇപ്രകാരം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വറഫഅനാ ലക ദിക്റക്. വറഫഅനാ ലക ദിക്റക്. താങ്കളുടെ പ്രശസ്തി വളരെയധികം ഉയരത്തിലേക്ക് അള്ളാഹു എത്തിച്ചു. ലോകം മുഴുവനും വളരെ സാധാരണക്കാരനായി, ജനിക്കുമ്പോൾ തന്നെ പിതാവില്ല, 6-ാം വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചു, തികച്ചും അനാഥനായി വളർന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ മുമ്പിലും അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ അറിയിക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആരാത് പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അർശിന്റെയും കുർസിയിന്റെയും ആകാശഭൂമികളുടെയും ഒക്കെ ഉടമസ്ഥനായ പടച്ചോൻ പറയാണ്, അള്ളാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നു. അള്ളാഹു സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. മലക്കുകൾ സലാത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ നബിക്ക് ഗുണത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൻ്റെയും പ്രശസ്തിയുടെയും അടയാളമാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ വേറെ ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളല്ല, നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പവും സൂക്ഷ്മതയും അതാണ് ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്നത്. ഒരു സംഭവം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അന്ന റജുലൻ മിൻ അഹ്ലിൽ ബാദിയ കാന ഇസ്മുഹു സാഹിറൻ. സാഹിർ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അങ്ങനെ പുറം നാട്ടുകാരനായ മക്കത്തോ മദീനത്തോ ഉള്ള ആളല്ല, പക്ഷെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ബാദിയത്തിൽ താമസിക്കുന്ന ഒരാൾ. അദ്ദേഹം വക്കാന യുഹുദി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് ചില സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന ആളാണ്. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹു, ആ മനുഷ്യനെ അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. വക്കാന റജുലൻ ദമീമൻ, പക്ഷേ അദ്ദേഹം ഒരു വിരൂപതയുള്ള ആളാണ്, വലിയ സൗന്ദര്യമുള്ള ആളല്ല എന്നർത്ഥം. കണ്ടാൽ ആളുകൾക്ക് താല്പര്യമുള്ള സ്വഭാവത്തിലുള്ള വ്യക്തിത്വമുള്ള ആളല്ല, പല ന്യൂനതകളുമുള്ള ഒരാളാണ്. അയാളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്. ഫഅതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ വഹുവ യബീഉ മതാഅഹു. അദ്ദേഹം അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിലൂടെ വന്നു. ഫഹ്തലനഹു മിൻ ഖൽഫിഹി, പിന്നിൽ നിന്ന് അദ്ദേഹത്തെ അണഞ്ഞുകൂട്ടി പിടിച്ചു. വഹുവ ലാ യുബ്സിറുഹു, പ്രവാചകനെ അദ്ദേഹം കാണുന്നില്ല. ഫജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, എന്നിട്ട് ഒരു തമാശ എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യശ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ വിലക്ക് വാങ്ങാൻ ആരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു. വഖാല യാ റസൂലല്ലാഹ് ഇദൻ വല്ലാഹി തജിദുനി കാസിദ, ഒരു മനുഷ്യനും എന്നെ വാങ്ങൂല കേട്ടോ. നിങ്ങൾ എന്നയ്ക്ക് വില പറയാനാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ ആര് വാങ്ങാനാണ്? എൻ്റെ വിരൂപതയും എൻ്റെ സൗന്ദര്യമില്ലായ്മയും എൻ്റെ ശരീരഘടനയും ഇതൊക്കെ കണ്ടിട്ട് ഏത് മനുഷ്യനാണ് എന്നെ വിലക്ക് വാങ്ങാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ അൻത ഇൻദല്ലാഹി ഗാലിൻ, ബൽ അൻത ഇൻദല്ലാഹി ഗാലിൻ അലൈഹു സാഹിർ, ആര് നിനക്ക് വില നൽകുന്നില്ലെങ്കിലും താങ്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗാലിൻ, വളരെ എക്സ്പെൻസീവാണ്, വലിയ വിലയുള്ളവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസവും ഈമാനും കാരണം വേറെ എന്തുവിധ ന്യൂനതകളുണ്ടെങ്കിലും അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതനാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുലൈബീബിൻ്റെ കഥ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, എന്നാൽ ശാരീരികമായി അദ്ദേഹം വലിയ ചൊറുക്കുള്ള ആളല്ല, സൗന്ദര്യമുള്ള ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജീവിക്കുന്നു. വലിയ വലിപ്പക്കുറവുള്ള ആളാണ്, സൗന്ദര്യമില്ലായ്മ അദ്ദേഹത്തെ വേട്ടയാടുന്ന ആളാണ്. ആ നിലക്കുള്ള ജുലൈബീബ്, ആ ജുലൈബീബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, എന്ത് അല്ലാ തതസവ്വജ്, നിനക്ക് വിവാഹം കഴിച്ചുകൂടെ? കാരണം ആരും ഒരു സ്ഥലത്തൊന്നും അദ്ദേഹത്തിന് പെണ്ണ് കൊടുക്കുന്നില്ല. ഒരു കുടുംബത്തിലും അദ്ദേഹം പെണ്ണന്വേഷിച്ചാൽ ആരും കെട്ടിച്ചു കൊടുക്കൂല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിനക്ക് വിവാഹം കഴിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗൈറ അന്ന ഇൻദല്ലാഹ് ഇത് തജിദുനി കാസിദൻ, നിങ്ങൾ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ അടുക്കലും നിങ്ങൾ ചെന്ന് അന്വേഷിച്ചാലും എനിക്കാരും പെണ്ണ് തരൂലട്ട റസൂലെ എന്ന് റസൂലിനോട്, അതാണ് കാസിദ് എന്ന അർത്ഥം, ചെലവില്ലാത്ത ചരക്കാണെന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈറ അന്ന ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ, അപ്പോൾ നീ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും ചെലവില്ലാത്തവനല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനീയനാണ്. ആ ജുലൈബീബിന് വേണ്ടി അൻസാരി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിവാഹാന്വേഷണം നടത്തി. മാതാപിതാക്കൾ വിചാരിച്ചത് നബിക്ക് വിവാഹം കഴിക്കാനാണെന്നാണ്, നബിക്ക് വിവാഹം കഴിക്കാനാണെന്നാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്കല്ല ഈ ജുലൈബീബിനാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും ബാപ്പയും സമ്മതിച്ചില്ല. ജുലൈബീബിനാണ്, അത് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അത്രമാത്രം സൗന്ദര്യമില്ലാത്തവനും
ശാരീരികമായി പല വൈകല്യങ്ങളുള്ള ആളുമായ ഈ ജുലൈബീബിൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുകയോ, അവസാനം ബാപ്പ വന്ന് ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് മുഷാവറ നടത്തിയിട്ട് റസൂലെ ഞങ്ങളോട് മറുപടി പറയാം എന്ന് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ബാപ്പനോട് നബി അത് പറഞ്ഞപ്പോൾ, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ്, ഉമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ വളരെ ശാഠ്യത്തോടുകൂടി പറഞ്ഞു, ജുലൈബീബിനോ, അതൊരിക്കലും നടക്കൂല, ആ ബന്ധം തന്നെ നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ചു പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളോട് ആ പെൺകുട്ടി ചോദിച്ചു, ആരുടെ നിർദ്ദേശമാണ് നിങ്ങൾ ലംഘിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരാണ് എന്നെ ഈ ജുലൈബീബിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അത് പ്രവാചകനാണ്. അതുകൊണ്ട് ധൈര്യമായി ആ പ്രവാചകന്റെ കൽപ്പന നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഈ മകൾ, കെട്ടിച്ചു കൊടുക്കപ്പെടുന്ന ഈ പെൺകുട്ടി ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞു. അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്ന വിവരം പറഞ്ഞു, ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. ആ നബി അത് വിവാഹം നടത്തിക്കൊടുത്തു. ആ ജുലൈബീബാണ് പിന്നീട് ഇസ്ലാമിക മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഷഹീദായി മരണപ്പെടുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ആളുകൾക്കിടയിൽ ഒരു വിലയും നിലയുമില്ലാത്ത മനുഷ്യൻ ഈമാനിൻ്റെയും പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉന്നത സ്ഥാനത്തെത്തി. യുദ്ധത്തിൽ ഏറ്റവും മഹനീയമായ ഷഹാദത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. സഹോദരന്മാരെ, അതുകൊണ്ട് നാം വഹൈബ് ബിൻ വർദ് റഹ്മഹുല്ല പറയാണ്, ഇനിസ്തതഅത അല്ലാ യസ്ബിഖ ഇലല്ലാഹി അഹദുൻ ഫഅൽ, ഇനിസ്തതഅത അല്ലാ യസ്ബിഖ ഇലല്ലാഹി അഹദുൻ ഫൽയഫഅൽ. അള്ളാഹിന്റെ മുമ്പിൽ നീയും മറ്റൊരാളും മത്സരിച്ചിട്ട് അയാളെ തോൽപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്തോ. മത്സരം വേണം. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ, ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതെനിക്ക് സാധിക്കും എന്ന നിലക്കുള്ള മത്സര ബുദ്ധിയാണ് കാണിക്കേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്കുള്ള അടുപ്പത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എന്താണോ എൻ്റെ അടിമ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിരിക്കും. അള്ളാഹു റഹീമാണെന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നും എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ശരിയാക്കി തരുന്നവനാണെന്നും അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി പടച്ചവനിൽ അർപ്പണബോധം പ്രകടിപ്പിക്കുന്നവനാണെങ്കിൽ അങ്ങനെയായിരിക്കും അവനോട് അള്ളാഹിൻ്റെ പെരുമാറ്റം. അള്ളാഹിനോടൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല, എനിക്ക് ചോദിച്ചതൊന്നും കിട്ടുന്നില്ല, എൻ്റെ ഒരു പ്രാർത്ഥനയും സ്വീകരിക്കുന്നില്ല, അങ്ങനെയൊന്നും എന്നെ പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കടന്നുപോയാലോ, അപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടപ്പെട്ടവനായിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വൈൻ ദക്കർനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെ അവൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ അടിമയെ ഞാൻ ഓർക്കും. വൈൻ ദക്കർനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരി മിൻഹു, ഒരു ജനക്കൂട്ടത്തിൽ എന്നെ അവൻ ഓർക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അവനെ ഞാൻ പരാമർശിക്കും. വൈൻ തഖറബ ഇലയ്യ ബിശിബിരിൻ, ഒരു ചാണ് എൻ്റെ അടുക്കലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു മാറ് ഞാൻ അവനേക്ക് അടുക്കും. ചാണും മാറും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴം എൻ്റെ അടുക്കലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ബാഅൻ, ഞാൻ അതിനേക്കാൾ കൂടുതൽ ഒരു വലിയ മാറ് ഞാൻ അവൻ്റെ അടുക്കലേക്ക് അടുക്കും. വൈൻ അതാനി യംഷി അതൈതു ഹർവല, ഞാൻ അവൻ നടന്ന് എൻ്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. അതൈതുഹു ഹർവല, ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. സഹോദരന്മാരെ, ആർക്കാണ് ഈ മഹത്തായ സ്ഥാനവും ഈ മഹത്തായ പദവിയും ആവശ്യമില്ലാത്തത്? എല്ലാ വിശ്വാസികളും അതിന് ആവശ്യക്കാരാണ്. അതുകൊണ്ട് ഓടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ അള്ളാഹ് അങ്ങോട്ട് ഓടിയെത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ അഹബ്ബ അബ്ദൻ, ഏതെങ്കിലും ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, ശരിക്കും ശ്രദ്ധിക്കണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹ് വിളിക്കും. ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ വ അഹിബ്ബഹു, എന്നിട്ട് ജിബ്രീലിനോട് അള്ളാഹ് പറയും, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണം എന്ന് ജിബ്രീലിന് അള്ളാഹു നിർദ്ദേശം കൊടുക്കും. അപ്പോൾ യുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അദ്ദേഹത്തോട് സ്നേഹപ്രകടനം നടത്തും. സുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമാ, പിന്നെ ആകാശത്തിൽ ജിബ്രീൽ വിളംബരം ചെയ്യുകയാണ്, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബുഹു, ഇന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അല്ല ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ വിളംബരം ചെയ്യും. യുഹിബ്ബുഹു അഹ്ലുസ്സമാ,
ആകാശത്തിലുള്ളവർ മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. യൂളഉൽ ഖബൂലു ഫീ അഹ്ലിൽ അർദ്, ഭൂമിയിൽ അവൻ സ്വീകാര്യനായിരിക്കും. എല്ലാ മനുഷ്യന്മാർക്കും പ്രിയപ്പെട്ടവൻ, എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവൻ, അങ്ങനെ ഒരു അവസ്ഥ അവൻ ഉണ്ടാക്കും. അങ്ങനെ ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഈ രൂപത്തിൽ പടച്ചവനോടുള്ള ഇഷ്ടവും പടച്ചവനോടുള്ള സാമീപ്യവും അത് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹുവിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശ്അസ മദ്ഫൂഉൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. ഈ വേണ്ടത്ര വിശ്രമമൊന്നും എടുക്കാതെ ദീർഘയാത്ര ചെയ്തിട്ട് തലമുടി മുഴുവൻ ചെടകുത്തിപ്പോയവൻ, മദ്ഫൂഉൻ ബിൽ അബ്വാബ്, ഏത് കതകിൽ ചെന്ന് മുട്ടിയാലും അവിടുന്ന് ആട്ടി അകറ്റപ്പെടുന്നവൻ, ആരോട് ചെന്ന് എന്ത് ചോദിച്ചാലും അതെല്ലാം തിരസ്കരിക്കപ്പെടുന്നവൻ, അവൻ ചോദിച്ചൊന്നും ആരും കൊടുക്കൂല. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, എനിക്ക് ഇന്നത് വേണം, അത് കിട്ടാതെ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആ ഒരു കാര്യം ചോദിച്ചാൽ അബറഹു, അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ കാഴ്ചയിൽ മോശപ്പെട്ടവനാണ്, അല്ലെങ്കിൽ മുടിയൊന്നും ചീകി വെച്ചിട്ടില്ല, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവനുമല്ല, ബാഹ്യമായി ആന്തരികമായി നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്, അയാൾ അള്ളാഹുവിനോട് ശക്തിയുക്തം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹു അത് നിർവഹിച്ചു കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, തഖ്വക്കും അള്ളാഹുവിനുള്ള അടുപ്പത്തിനും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. അതുകൊണ്ട് ഈ അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് നാം അതിൽ ജീവിക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീനിയായ അറിവ് നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. ഏറ്റവും മുന്നോട്ട് നമ്മുടെ ഗതിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത കിട്ടണമെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പഠിക്കണം. പഠിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഉദാസീനത കാണിക്കരുത്. ആവേശമില്ലേ, നമ്മളിപ്പോൾ ഈ കളി കാണാൻ കാണിക്കുന്ന ആവേശമില്ലേ, അതിന് ചെറിയൊരു ശതമാനമെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ ആവേശം കാണിക്കണം. ഇവിടെ തന്നെ ഈ പള്ളിയിൽ തന്നെ ക്ലാസ്സുകളുണ്ട്, പരിസരത്ത് പലയിടത്തും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പല ഓഫീസുകളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എത്ര സാന്നിധ്യമുണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഒരു സ്ക്രീന് വെച്ച് കളി കാണാൻ സൗകര്യമുണ്ടാക്കിയാൽ എവിടെ നിന്നെല്ലാമാണ്, ഏത് ലോകത്തു നിന്നെല്ലാമാണ് ആളുകൾ എത്തിപ്പെടുന്നത്. എത്ര മനുഷ്യന്മാർ ആർപ്പും വിളിയും കൂക്കും ആരവങ്ങളുമായി അതിൻ്റെ മുമ്പിൽ എത്ര മണിക്കൂറുകളാണ് ഇരിക്കുന്നത്. സഹോദരന്മാരെ, ദീന് പഠിക്കാൻ അരമണിക്കൂർ ഇരിക്കാൻ നമുക്ക് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, ഉന്നത സ്ഥാനം, ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരം, ഇതല്ലേ നമുക്ക് ആവശ്യം. അല്ലാഹ് പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിശ്വാസികളെയും അറിവുള്ളവരെയും അള്ളാഹു ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും. അപ്പം അറിവ് നേടാൻ നമ്മൾ പരിശ്രമിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് ഇൽമിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഖുർ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ് ഉണ്ടാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അതേസമയം പല ആളുകളും പല മഹാന്മാരെയും മുന്നിൽ വെച്ചുകൊണ്ട് ആ മഹാന്മാരുടെ ജാഹു കൊണ്ടും മഹത്വം കൊണ്ടും അള്ളാഹുവിനോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചോദിക്കാൻ പാടില്ല. ഇന്ന ജാഹു പുലാൻ, ഇന്ന മഹത്വം കൊണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിജാഹി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ട്, അങ്ങനെ തവസ്സുലില്ല ഇസ്ലാമിൽ.
അങ്ങനെ ചില മഹാന്മാരുടെ പേരുകൾ പറയുകയും ആ മഹാന്മാരുടെ മഹത്വം കൊണ്ട് എനിക്ക് ഗുണം ചെയ്യണമേയും എന്ന് പ്രാർത്ഥിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണും. പ്രാർത്ഥിക്കാൻ പാടില്ല. ചോദ്യം മുബാശറത്താണ്, അള്ളാഹുവിനോട് നേരിട്ടുള്ള ചോദ്യമാണ്. പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വസീലയാക്കാം. എന്ത്? നാം ഒരു നല്ല കാര്യം ചെയ്താൽ, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളാണ്, സദക്ക ചെയ്യുന്ന ആളാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. അള്ളാഹുവെ, നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ആ സാരിഹായ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആവശ്യം നീ നിർവഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇന്ന മഹാന്റെ ജാഹു കൊണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട്, മമ്പർത്ത തങ്ങളുടെ ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട്, ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിനോട് സാമീപ്യം തേടാൻ ഒരു വഴിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനും നിങ്ങളുമായിട്ട് നേർക്കുനേരെയാണ്. ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥതാണ് നേർക്ക് നേരെ. അതിനിടയ്ക്ക് മധ്യവർത്തികളില്ല, അതുപോലെ തന്നെ ഇടയാളന്മാരുമില്ല. അതാണ് ഒരു മുസ്ലിമിൻ്റെ തൗഹീദ്. അങ്ങനെ ഇടയാളന്മാരില്ലാതെ, മധ്യവർത്തികളില്ലാതെ ധാരാളമായി സൽക്കർമ്മങ്ങളും നന്മകളും പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനായി തീരാൻ നാം മത്സരിക്കണം. മുത്തനാഫിസൂൻ, ഇതിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ആ മത്സരത്തിന് നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇഹലോകത്തും പരലോകത്തും ആദരിക്കപ്പെടുന്ന ഉന്നത വ്യക്തിത്വത്തിൻ്റെ ആളുകളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.